സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് 100 സീറ്റുകളാണ്. ആ 100 സീറ്റുകൾ എങ്ങനെ നോക്കിക്കാണുന്നു അവരുടെ ആ ഒരു അവകാശവാദത്തെ? 100 സീറ്റിൽ ശരിക്കും ഒരു കെ സുധാകരൻ പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ ഒരു 130 സീറ്റ് 150 സീറ്റ് വരെ പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പിന്നെ പത്രക്കാരൊന്നുകൂടി ചോദിച്ചപ്പോഴാണ് പുള്ളി അത് തിരുത്തി കുറച്ചുകൂടി കുറച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ VD സതീശൻ പറയുന്നത് പുറമേ 100 സീറ്റാണ്, അദ്ദേഹം അതിൻ്റെ ഏറ്റവും അടുത്ത അടുപ്പക്കാരോട് പറയുന്നത് 85 സീറ്റാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് 75 സീറ്റാണ്. ചാണ്ടിയുമ്മ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലാതെ സീറ്റിൻ്റെ എണ്ണമൊന്നും പറയാനില്ലെന്നാണ്. കാരണം വളരെ നല്ല സീറ്റ് കിട്ടുമെന്ന് പുള്ളിക്കുറപ്പുണ്ടെങ്കിൽ പുള്ളി പറയുമല്ലോ, പുള്ളിക്കുറപ്പില്ല. ഇനി മുസ്ലിം ലീഗ് പറയുന്നത് 85 സീറ്റാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില DCC പ്രസിഡന്റുമാരടക്കമുള്ള ചിലരോട് വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് 65 എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള അവകാശവാദങ്ങളാണ്. അപ്പോൾ അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ ആത്മവിശ്വാസം UDFന് ഉണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവങ്ങൾ കണക്കൊന്നും നോക്കാത്തത് കൊണ്ടിട്ട് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന കണക്ക് കേട്ടിട്ട് ഏതാണ്ട് പോളിംഗ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ജനമൊക്കെ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് 2,12,00,000 പേരാണ്. ഇപ്പം നമ്മളറിയുന്നത് 2,08,00,000 പേരെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2021 വോട്ട് ചെയ്തത് 2,09,00,000 പേരാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇന്നലെ 1,00,000 വോട്ടുകൾ കുറവാണെന്നാണ് ഇന്നലെ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വോട്ടുകൾ എത്തിയിട്ടില്ല. അല്ല, സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് എല്ലാ കാലത്തും CPMന് വലിയൊരു മെജോറിറ്റി ഉണ്ടാവുന്നതാണ്. അത് നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അതേ ഒരു ഫ്ലോ തന്നെ ഇതിലും സൃഷ്ടിക്കപ്പെട്ടുകൂടെ? ഈ ഫ്ലോ സൃഷ്ടിക്കപ്പെടും എന്ന് വേണമെങ്കിൽ ആർക്കും ആഗ്രഹിക്കാം, ആർക്കും എന്ത് ചെയ്യാം, അത് പാടാം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പല തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. PK നായനാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ബോഡിയിൽ വലിയ ഭൂരിപക്ഷമാണ് ഈ പറയുന്ന LDF ഗവൺമെൻറ് കിട്ടിയത്. LDF ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയോ? 4 കൊല്ലം തികഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഗവൺമെൻറ് അങ്ങോട്ട് പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി. പക്ഷേ ഇലക്ഷൻ നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കൂടി ഭരിക്കായിരുന്നു. പക്ഷേ ഇലക്ഷൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് 8 നിലയിൽ പൊട്ടി അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പനിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ലോക്സഭയുടെ കാര്യം പറഞ്ഞോട്ടെ. ലോക്സഭയുടെ കാര്യം പറഞ്ഞു. 2019 ലോക്സഭയിൽ ഇതുപോലെ വലിയ വിജയം ഉണ്ടായതാണ്. പക്ഷേ 2021 വന്നപ്പോഴത്തേക്കും അടിപതറി. 2024 അതേ സാഹചര്യങ്ങളാണോ ഇപ്പോഴും തുടരുന്നത്? തീർച്ചയായിട്ടും. കാരണം കടുത്ത ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു, ഇന്ന് കടുത്ത ഭരണവിരുദ്ധ വികാരമില്ലേ? ഈ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ ഉള്ളത്? ഈ മാധ്യമങ്ങൾ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, യുവതലമുറ വലിയ തോതിൽ കേരളം ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ വെള്ളക്കരവും പലതരത്തിലുള്ള ടാക്സുകളുടെ വൻതോതിലുള്ള വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പലതരത്തിലുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം ഈ സർക്കാരിനെതിരെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടോ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ? ഒരു ഡാറ്റ നിങ്ങൾ പറഞ്ഞു. ഒട്ടുമില്ല. എന്റെ വിശ്വാസം ഒട്ടുമില്ല എന്നാണ്. യാതൊരു ഭരണവിരുദ്ധ വികാരമേ ഇല്ല. ഒരു മടുപ്പ്, ഒരു ലതാർജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞാൽ 10 കൊല്ലമായാലും ഇവർ ഭരിക്കണം, വേണമെങ്കിൽ മാറി അവർ ഭരിച്ചോട്ടെ എന്നുള്ളത് അത് കൃത്യമാണ്. അങ്ങനെ ഒരു ധാരണ ആളുകളിൽ ഉണ്ടായേക്കാം. അതിനും അപ്പുറത്തേക്ക് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പറയട്ടെ. ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യം, ആന്റി ഇൻകുമൻസി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ മാട്രിക്സ് മുതൽ മറുനാടൻ വരെ നടത്തിയിട്ടുള്ള ഒരു സർവേകളിലും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കാണാനില്ല. മാതൃഭൂമിയടക്കം നിരവധി ചാനലുകൾ നടത്തിയിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യ ടുഡേ അടക്കം നടത്തിയിട്ടുള്ള സർവേകളിൽ പോലും അവർ പറയുന്നത് ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള സമൂഹമാണ് ഇവിടെ നിലനിൽക്കുന്നത്, അവർ തന്നെ ജയിക്കാനാണ് സാധ്യത എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ വളരെ വിശദമായി കണിശമായി നിങ്ങൾ അറിയേണ്ടത്, ഇഴകീറി പരിശോധിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ 87 മുനിസിപ്പാലിറ്റികളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 40% വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് കേട്ടോ. അത് മുസ്ലിം ലീഗാണ് ഉണ്ടാക്കിയത്. അതായത് 2300 ഉള്ളത് അവർക്ക് 3200 മാറി. അതായത് 800ഓളം സീറ്റുകൾ അവർക്ക് കൂടി. അത് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഗുണമാണ്. ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ നേട്ടം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ UDFന് പോലും അത്ര വലിയ നേട്ടം അവകാശപ്പെടാനില്ല എന്നാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 87 മുനിസിപ്പാലിറ്റികൾ അതുപോലെ കോർപ്പറേഷനുകൾ ഇതെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ
കോർപ്പറേഷനിലൊക്കെ ഭരണം നഷ്ടപ്പെട്ടു. യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം കോർപ്പറേഷൻ, അതിൽ ഭരണം നഷ്ടപ്പെട്ടു. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം കോർപ്പറേഷൻ, എറണാകുളത്തെ കൊച്ചിൻ കോർപ്പറേഷൻ, ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ എങ്ങനെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോക്കൽ ആന്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റിനെതിരെയുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത് കുറച്ച് കുറവുണ്ടായിരുന്നത് എറണാകുളത്താണ്. അല്ല, പറഞ്ഞതില്ല, എറണാകുളത്താണ് കുറച്ച് കുറവുണ്ടായിരുന്നത്. അതേസമയം നിങ്ങൾ കോഴിക്കോടേക്ക് നോക്ക്, കോഴിക്കോടിൽ വലിയ തോതിലുള്ള ആന്റി ഇൻകുംബൻസി ആ ഭരണത്തിനെതിരെ ഉണ്ടായിരുന്നു. ഞാനവിടെ സർവേ നടത്തി കണ്ടുപിടിച്ച ഒരാളാണ്, ഞാൻ സ്പെസിഫിക് ആയ റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. അവിടെ എത്ര സീറ്റുകൾ വരെ കോൺഗ്രസിന് UDF-ന് നേടാമെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. എനിക്കറിയാം. അവിടെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ പുറത്താദ്യമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മുസാഫിർ അഹമ്മദ് എന്ന് പറയുന്ന അവരുടെ മേയർ കാൻഡിഡേറ്റ് കഴിഞ്ഞ അവിടുത്തെ ഡെപ്യൂട്ടി മേയർ അവിടെ തോക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ അവിടെ മേയർ മത്സരിച്ച സ്ഥാനത്തും അവിടെ ഉറപ്പായിട്ടും അവർ തോക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവിടെയൊക്കെ തന്നെ CPM-ന്റെ അണികൾക്ക് പോലും വലിയ എതിരഭിപ്രായം ഉണ്ടെന്നുള്ളത് ഞാൻ തൊട്ടറിഞ്ഞ ഒരാളാണ്. ഞാൻ പറഞ്ഞു വന്നത് BJP-യുടെ വളർച്ചയ്ക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട്, അതിൽ വോട്ടിലല്ല. ശരിക്കും പറഞ്ഞാൽ 143 വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ BJP-യുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? UDF-ന് അധികാരം 31 സീറ്റുകളിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരു ലോക്കൽ ആന്റി ഇൻകുംബൻസി ഉണ്ട്. ഇനി തൃശ്ശൂരിലേക്ക് വരാം. തൃശ്ശൂരിൽ എന്താ കാര്യം? വർഗീസ് എന്ന് പറയുന്ന ഒരു മേയറെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് LDF എന്ത് ചെയ്യുന്നു? കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു, അദ്ദേഹം ഭരിക്കുന്നു. വേറെ വഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അദ്ദേഹം സുരേഷ് ഗോപിയുടെ ആളായി മാറുന്നു, LDF-നെതിരെ സംസാരിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. LDF-ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭരണവും പ്രോപ്പർലി നടന്നില്ല. ഇത്തരത്തിലുള്ള ആന്റി ഇൻകുംബൻസി ലോക്കലായിട്ടുണ്ടായിരുന്നു. ഒരു 2 കാര്യം കൂടി പറഞ്ഞായിരുന്നു അവസാനിപ്പിക്കാം. ഇനി നമ്മളല്ലാത്തൊരു സ്ഥലങ്ങളുണ്ടല്ലോ, അത് 2 പരിശോധിക്കാം. പാലക്കാട് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? BJP-യാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. BJP-ക്കെതിരെയാണ് അവിടെ വലിയ വോട്ട് ഉണ്ടായത്. അതുപോലെ തന്നെ പന്തളത്ത് നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് BJP-യാണ്. BJP-യുടെ ഭരണം പോവുകയും അവിടെ CPM അധികാരത്തിലേക്ക് വരികയും ചെയ്തു. കേരളം മൊത്തം നമ്മൾ ഈ 87 മുനിസിപ്പാലിറ്റികൾ മാത്രം എടുത്ത് പഠിച്ചാൽ പോലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നത്, ലോക്കൽ പഞ്ചായത്തുകളൊക്കെ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM-ആണ്. ആ CPM ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലാണ് പല സ്ഥലങ്ങളിലും വലിയ തിരിച്ചടിയേറ്റിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയോ പിണറായിക്കെതിരെയുള്ള വിരുദ്ധ വികാരം പോലുമല്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അവിടെയുള്ള ആളുകളുടെ ധാർഷ്ട്യവും ധിക്കാരവും ഈ പറയുന്ന പോലെ പൊതുജനങ്ങളോടുള്ള കണക്റ്റും ഇല്ലാതായി പോയതാണ്. അത് യഥാർത്ഥത്തിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് എൻ്റെ റിപ്പോർട്ടിന് ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെ രണ്ടാമത് പറയുന്ന ഒരാളുടെ പേര് സുനിൽ കനകോലു എന്നാണ്. സുനിൽ കനകോലു കൃത്യമായിട്ട് കൊടുത്തിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് KPCC കൊടുത്തിരുന്നു. അപ്പോൾ ഒരു മേഖലയിലും ഭരണവിരുദ്ധ വികാരമില്ല. അല്ല, നമ്മളൊരു ഒരു മേഖലയിലും ഒരു രോഷവും ഉണ്ടായിട്ടില്ല. ഒരു രോഷവും നിങ്ങൾ വളരെ നമ്മളിപ്പോൾ ഒരു ഒറ്റടിക്ക് എന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ CPM പരാജയപ്പെട്ടിട്ടില്ല. LDF സാധാരണ വലിയ വിജയം നേടാറുണ്ട്. ഇത്തവണ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വെറുതെ ഒറ്റടിക്ക് ഇങ്ങനെ പരപ്പയെന്ന് നോക്കുമ്പോൾ തോന്നാം ഇത് വലിയ പ്രശ്നമില്ല, ഇത് ഭരണവിരുദ്ധ വികാരമാണെന്നൊക്കെ തോന്നാം. പക്ഷെ അല്ലാന്ന് തെളിയിക്കാൻ ഇനി അടുത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ കൃത്യം കണക്ക് ഓർക്കുന്നില്ല, പക്ഷേ ഏതാണ്ട് 27-28% വോട്ടുകൾ CPM-നും 31% വോട്ടുകൾ കോൺഗ്രസിനുമാണ് കിട്ടിയേക്കണേ. എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ താങ്കൾ അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഏതാണ്ട് 9 മുതൽ 13% വരെ അതേഴ്സ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ കുറേ പേര് പാർട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തവരാണ്. അതും കൂടി കണക്കിലെടുത്താൽ ഞാൻ പറയുന്നത് അന്ന് കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഒരു 3-3.5% എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. ആ 3.5% എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കിയാൽ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള റിസൾട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതായത് അതേസമയം അവിടെ അതേഴ്സ് എന്ന് പറയുന്നത് വെറും 3% ഉള്ളൂ. അതായത് 14.57% BJP, CPM-ന് 80 ഉണ്ടാവും. അല്ല, CPM ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഞാൻ പറഞ്ഞ വോട്ട് പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്. അല്ല, ഞാൻ ഇതാണ് സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുടെ എണ്ണം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നോക്കേണ്ടത് എന്താണ്? വോട്ടിന്റെ എണ്ണമാണല്ലോ നോക്കേണ്ടത്. അല്ലാതെ നാളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കൂടിയല്ലോ നിയമസഭയിലേക്ക് ആളെ തെരഞ്ഞെടുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ആ ഒരു ഏകദേശ ഐഡിയ നമുക്ക് ലഭിക്കുമല്ലോ എല്ലാ ജില്ലാ പഞ്ചായത്ത്. നമ്മൾ എന്തിനാണ് അതിനേക്കാൾ ക്ലാരിറ്റി ഉള്ള ഐഡിയ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്? ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുന്നതല്ലേ കൃത്യം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ ഈ മെമ്പേഴ്സിൻ്റെ നമ്പർ നോക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയിലേക്ക് എത്തിപ്പെടും. ഉദാഹരണം പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ആർക്കാണ് വലിയ സ്വാധീനം ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ നമ്മൾ മേയർമാരെയും കൗൺസിലർമാരെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ വിചാരിക്കാൻ പോകണം എന്താ BJP-ക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. അല്ല, സത്യത്തിൽ അവിടെ ആർക്കാണ് വോട്ട് കിട്ടിയത്? അവിടെ വോട്ട് കിട്ടിയത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചത് LDF-നാണ്.
പക്ഷേ ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ LDFിൻ്റെ ആളുകൾ ജയിച്ചത് വലിയ മെജോറിറ്റിയിൽ ജയിച്ചിട്ടുണ്ട്, മറ്റവർ ജയിച്ചത് ചെറിയ മെജോറിറ്റിയിലാണ് ജയിച്ചേക്കുന്നത്. അതുകൊണ്ട് BJP ആണ് സെക്കൻഡ് വന്നത്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ അവർക്ക് താഴ്ചയാണെങ്കിൽ പോലും അവരാണ് എന്ത് ചെയ്ത് അധികാരത്തിലേക്ക് വന്നത്. അത്തരത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം നാരോ മാർജിനിലാണ് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. പക്ഷെ തുറന്നു പറയാം, UDFിൻ്റെ ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവടി എടുത്തങ്ങോട്ട് തുള്ളാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിച്ചാൽ ധർമ്മടത്തെങ്കിലും സീറ്റ് കിട്ടിയാൽ പിണറായി വിജയനെ വരെ തോപ്പിക്കാം എന്ന് പറയുന്ന ചിന്തയിലേക്ക് അല്ല പല മണ്ഡലങ്ങളിലും ഞാൻ ചോദിക്കുന്ന പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറയുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ധർമ്മടത്തടക്കം ഭൂരിപക്ഷം കുറയുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിന്റെ 50,000 ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്ന് തോന്നുന്നു. നല്ല ചോദ്യമാണ്. ഇനി അടുത്തൊരു കാര്യം പറയാം. ഞാൻ പോലും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്താ 73-നും 78-നോടൊക്കെ സീറ്റ് കിട്ടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇനി ഈ ചോദ്യത്തിന് അടിസ്ഥാനമില്ല. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ 98 സീറ്റുകളിൽ, അതായത് അൻവർ പോയതിന് ശേഷമുള്ള 98 സീറ്റുകളിൽ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റുകളും 25 സീറ്റുകളോ വേണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും. 2016 സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടാൻ സാധിക്കുമോ? അപ്പോൾ ഒരു 2016-നേക്കാളും മോശപ്പെട്ട സാഹചര്യമായിരിക്കും LDFിനെ സംബന്ധിച്ചുണ്ടാവുക. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അപ്പോൾ BJP ഒരു 1-2 സീറ്റുകൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു നിർണായക റോള് വഹിക്കേണ്ടത് BJP ആയിട്ട് വരുമോ? 73 സീറ്റ് LDFിന് കിട്ടിയാൽ പിന്നെ അങ്ങനെ 73 നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 73 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാരണം പല മണ്ഡലങ്ങളിലും നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന പല മണ്ഡലങ്ങളും ഉണ്ടാവുമല്ലോ. UDF ആയിക്കൊള്ളട്ടെ, നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടാൻ കൂടുതൽ സാധ്യത UDFിന് ആണ്. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ കൊടുത്തേക്കണ IB കൊടുത്തേക്കണ റിപ്പോർട്ട് 2001 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ തെറ്റിയിട്ടില്ല. തെറ്റാതിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇപ്പോൾ അവർ കൊടുത്തേക്കണ 66 സീറ്റുകളാണ്. കൂടാതെ 10-18 സീറ്റിൽ വലിയ കോമ്പറ്റീഷൻ കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാലോ? അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ടഫായിട്ടുള്ള അല്ലല്ല പറയട്ടെ. 66 സീറ്റുകൾ എന്ത് വന്നാലും ജയിക്കും എന്നാൽ 64 ഉറപ്പായിട്ടും ജയിക്കും. 66 വരെ ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ളതാണ് IB കൊടുത്തേക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനപ്പുറത്തേക്ക് 19-18 സീറ്റുകളിൽ വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു 5-6 കിട്ടുമെന്നുള്ളത് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാനിനി താങ്കളോടൊരു കാര്യം പറയാം. CPM ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിൽ എറണാകുളത്ത് നിന്ന് 3 സീറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് അങ്ങനെ ഒരു കാൽക്കുലേഷനും ഇല്ല, കണക്കുമില്ല, ഒന്നുമില്ല. കോൺഗ്രസ് പറയുന്നത് 4 ജില്ലകളിൽ 5 ജില്ലകളിൽ അങ്ങനെ ക്ലീൻ സൂപ്പായിരിക്കും എന്നാണ്, സൂപ്പ് വെച്ച് കുടിക്കാമെന്നൊക്കെയുള്ള ഡയലോഗ് അല്ലാതെ കണക്കുകളില്ല. ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ UDFിന് അനുകൂലമാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടില്ലേ? ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ഇത്തവണ അവരുടെ നില മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ കോഴിക്കോട് തന്നെ വൻതോതിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വൻതോതിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കൺസോൾട്ടേഷൻ ഉണ്ടാകും, അത് ഉറപ്പാണ്. അത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. പക്ഷെ പ്രധാന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2019 കണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പൊതുവേ BJPയുമായിട്ടൊരു ഡീൽ CPM ഉണ്ടെന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പ്രചരണമൊക്കെ നടന്നു. CJP അത് മാത്രമല്ല വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു, മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുള്ള ഒരു സ്വരമൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് താങ്കളുടെ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എനിക്ക് പൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളറിയേണ്ടത് തീർച്ചയായിട്ടും ഓക്കെ അത് ബാധിച്ചിട്ടുണ്ട്, അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറത്ത് CPMൻ്റെ ചിന്ത എന്ന് പറയുന്നത് CPMന് ഒരു സീറ്റ് കിട്ടുള്ളൂ എന്നാണ്, ബാക്കി 15 പേര് നേടുമെന്നാണ്. അതുപോലെ തന്നെ കോഴിക്കോട് വലിയ തോതിൽ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള ചില സീറ്റുകൾ കിട്ടാൻ സാധ്യത, വയനാട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. ഉദുമ പോലും ഒരു വലിയൊരു വിജയം ജയിക്കും. അല്ല, കാസർഗോഡ് വലിയൊരു വിജയം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിലും ടൈറ്റ് ഫൈറ്റ് ആയിക്കോട്ടെ. ഇതെല്ലാം ന്യൂനപക്ഷ മേഖലകളാണ്. നമ്മൾ ഓർക്കണം, ഇതെല്ലാം ന്യൂനപക്ഷ. താങ്കൾ എന്നോട് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നതിന്റെ കാര്യം, ഞാൻ തന്നെ പറഞ്ഞല്ലോ 20ഓളം സീറ്റുകൾ 24ഓളം സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ അവസ്ഥ എന്താ? ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഞാനിപ്പോൾ ലിസ്റ്റ് മുഴുവൻ പറയുന്നില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും 45-50 സീറ്റുകൾ ഉറപ്പായും ജയിക്കാമെന്ന് പറയുന്ന സീറ്റുകൾ അവർക്കുണ്ട്. കൂടാതെ ഒരു 20 സീറ്റ് 21 സീറ്റ് കൂടി പിടിച്ചാൽ ജയിക്കാമെന്ന് പറയുന്ന ഉറപ്പ് അവർക്കുണ്ട്. അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ അതായത് ഈ കൺസോൾട്ടേഷൻ സംഭവിക്കാത്ത ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട, മറ്റേ കൊല്ലം, തിരുവനന്തപുരം മേഖലകൾ, ആലപ്പുഴ മേഖലകൾ, ഈ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാവും, വലിയ തോതിൽ അത് പിടിച്ചേക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താ? ആലപ്പുഴയിലും പിടിച്ചേക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ആലപ്പുഴ, കായംകുളം, കുട്ടനാട്, അരൂര്. CPMൻ്റെ ഒരു വിലയിരുത്തലാണ് പറയണമെങ്കിൽ അമ്പലപ്പുഴ ജയിക്കുമെന്നാണ്.
അതെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് BJP വോട്ടുകൾ കൂടി മറിഞ്ഞു. ബാക്കി മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടനാട്, കായംകുളം, കുട്ടനാട് തോക്കും എന്നാണ് കായംകുളം കായംകുളത്ത് ജയിക്കുമെന്നാണ്. അത് മാത്രമല്ല വലിയൊരു ഭൂരിപക്ഷം CPM ഒരിക്കലും ആലപ്പുഴ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല. മാവേലിക്കര അല്ലാതെ നമ്മൾ വലിയൊരു ഭൂരിപക്ഷം ഈ മണ്ഡലം പക്ഷെ അവരെപ്പോഴും എല്ലാ കാലവും ഇപ്പോഴും ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ അമ്പലപ്പുഴ അങ്ങനെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. ആയിക്കോട്ടെ, ആലപ്പുഴ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പൊ ചെങ്ങന്നൂർ അതുപോലെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ അത്തരത്തിലുള്ള മണ്ഡലങ്ങൾ അവർ ജയിക്കുന്നതുകൊണ്ട്. അപ്പൊ അവർ പറയുന്നത് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് എത്തിപ്പെട്ടാൽ, താങ്കൾ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോഴിക്കോട് തന്നെ അങ്ങ് സ്വീപ്പ് ഉണ്ടാവും നമുക്ക് വിചാരിക്കാൻ പറ്റും. പേരാമ്പ്ര തോറ്റു പോകും, അല്ലെങ്കിൽ ഏലത്തൂർ തോറ്റു. പേരാമ്പ്രയിലും എനിക്ക് ഉറപ്പുണ്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കൺസോൾട്ടേഷൻ ഒക്കെ ഉണ്ടാവും. 20,000 ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട്. അല്ല, മുൻകാലങ്ങളിൽ നമ്മുടെ ചോദ്യം സീറ്റുകളുടെ നമ്പറാണോ ഭൂരിപക്ഷത്തെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമ്മുടെ ചോദ്യം എന്താ? സീറ്റുകളുടെ നമ്പറാണ്. അവിടെ ഭൂരിപക്ഷം കുറയോ എന്നുള്ളത് CPM അറിയാം. ഭൂരിപക്ഷം കുറഞ്ഞാലും അവിടെ TP രാമകൃഷ്ണൻ ജയിക്കും. എലത്തൂരിൽ എന്ത് ചെയ്യും? ഭൂരിപക്ഷം കുറഞ്ഞാലും വിദ്യാ ബാലകൃഷ്ണൻ ഒന്നും ജയിക്കാൻ പോകുന്നില്ല, അവിടെയൊക്കെ ശശീന്ദ്രൻ ജയിക്കും. അത്തരത്തിൽ അവർക്ക് കണ്ണൂർ, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ പറയുന്ന പോലെ പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഇത്തരം ജില്ലകളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ആ ജില്ലകൾ വെച്ച് പിടിച്ചേക്കാൻ പറ്റുമെന്നാണ്. ഈവൻ അവർക്കെതിരെ ഒരു വേവുണ്ട് എന്ന് സാധാരണ ജനങ്ങളൊക്കെ വിചാരിച്ചിട്ടുള്ള ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിലേക്ക് കിടന്ന ഇലക്ഷനിൽ പോലും 7 ജില്ലകൾ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതിനോടൊപ്പം അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കുറച്ച് ഈ ഒരു പ്രോ ഇൻകുംബൻസി ഉള്ള നിരവധി MLA-മാരുണ്ടായ MLA-മാർക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത്? ഇപ്പോൾ തിരുവമ്പാടിയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ തോതിലുള്ള ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എങ്കിലും അവിടെ ലിൻഡോ ജയിച്ചു വരുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ പറയുന്ന CPM റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തിരുവമ്പാടി ടഫാണെന്നാണ് പറയുന്നത്. അല്ല, തിരുവമ്പാടി ടഫാണ്, പക്ഷെ ജയിച്ചു വരുമെന്നാണ്. അതായത് മുൻകാലങ്ങളിൽ ഈ കടുത്ത മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ ഓപ്പോസിറ്റ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് കാസിമാണ്. ഈ പേരാമ്പ്രയിൽ കടുത്ത മത്സരം എന്നൊക്കെ എഴുതി വെക്കുന്നത്. ഞാനും താങ്കളും ജീവിച്ചിരുന്നത് നമുക്ക് എങ്ങനെയാണ് അവരുടെ ഭൂരിപക്ഷം എന്താണെന്ന് നോക്കാം. ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മീഡിയ വണ്ണൊക്കെ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. ഭയങ്കര കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ചില യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന വലിയ യൂട്യൂബേഴ്സൊക്കെ പോലും ഇരുന്ന് പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ധർമ്മടത്ത് പിണറായി വിജയൻ ആകെ പ്രശ്നത്തിലാണെന്നൊക്കെയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ മോഹങ്ങൾ വാർത്തകളായി വരുന്നതിൻ്റെ കുഴപ്പമാണ്. ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനമുള്ളത് ഇത്രയാണ്. ഈ ലോക്കൽ ആൻറ്റി ഇൻകുംബൻസിയാണ് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഫാക്ടറായത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനിത് തെരഞ്ഞെടുപ്പിന് മുൻപും ചില മാധ്യമപ്രവർത്തകരോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശ്വാസം അതാണ്. ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ഒരു ഡിവിഷനിൽ നിങ്ങൾ ഒരിക്കലും അവിടെ LDFനെ കുറ്റം പറയരുത്, പകരം അവിടെയുള്ള കാൻഡിഡേറ്റിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത്തരത്തിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ആണ് യഥാർത്ഥത്തിൽ നിലവിലിരുന്നിട്ടുള്ളത്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. ഇന്ത്യ ടുഡേ മുതൽ നിങ്ങൾ ഈ പറയുന്ന പോലെ മാട്രിക്സ് വരെയുള്ള നിരവധി സർവേകളിലും തെളിയുന്നത് അതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഡാറ്റകളെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഈ അപസർപ്പക കഥകൾ മാധ്യമങ്ങൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ തെറ്റിയിട്ടുണ്ട്. തെറ്റാത്ത സർവേ ആരുടെയാണ്? പിന്നെ ഞാൻ അർജുൻ പറയാനായിട്ട് വിശ്വസിച്ച് ഇവിടെ ഉണ്ടായിരിക്കണോ? തെറ്റാത്ത സർവേ ഏതാണ്? ഒന്ന് പറ. അങ്ങനെയുള്ള സർവേകളില്ല. ഏതാ ഉള്ളത്? ഇപ്പൊ കുറെ ആളുകളെടുത്ത് CP റാഷിദ് പറഞ്ഞിരിക്കുന്നു 101 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പ്രവചിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 300-ലധികം സീറ്റുകൾ കിട്ടുമെന്നാണ് ഈ പറയുന്ന പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതങ്ങനെയുള്ള അദ്ദേഹം 14-15ഓളം തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് CP റാഷിദിന്റെ കാര്യം. പൊന്നു സുഹൃത്ത്, ഞാൻ 9 തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നതാണ്, പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും ബേജാർ തെരഞ്ഞെടുപ്പ് ഏതാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ഏറ്റവും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണല്ലോ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചതാണ്. BJPക്ക് സീറ്റ് കുറയും, ഒരു 50-60 സീറ്റ് വരെ കുറയാം. ഒരു മിനിറ്റ്, അതിൽ ഇന്ത്യ ടുഡേയുടെ എന്താണ് പ്രദീപ് ഗുപ്ത ഇരുന്ന് കരഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റിപ്പോയി. പറഞ്ഞു വന്നത് CP റാഷിദിന്റെ കാര്യമാണ്. അതൊന്നും ഒഴിപ്പിക്കട്ടെ. ഇന്ത്യ ടുഡേയുടെ പ്രവചനം തെറ്റൂല എന്ന് പറയാൻ ഞാൻ ഇന്ത്യ ടുഡേയുടെ ആരുമല്ല. എനിക്ക് അവർ കാശും തരുന്നില്ല. ഞാൻ അവരെ ആയിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു ഡാറ്റാബേസ് നോക്കുന്ന ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാം. ഇപ്പോൾ CP റാഷിദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന പോലെ ഇതാണ്. അതായത് ഈ പറയുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ എന്ത് ചെയ്തു? തെറ്റി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അത് തെറ്റി എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് CP റാഷിദിൻ്റെ ഇത്തവണത്തെ പ്രവചനം ഇതാണെന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റില്ല. ഞാൻ അദ്ദേഹത്തെ മോശക്കാരനായൊന്നും കാണുന്നില്ല. അദ്ദേഹം കുറച്ച് എഫേർട്ടൊക്കെ ഇടുന്ന ഒരാളാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അത് പറയണം. അത് പറയാതെ
അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇതാ ശരിയാകാൻ പോകുന്നു, 101 സീറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ജയിക്കാൻ പോകുന്നു എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കുബുദ്ധിയുണ്ട്. അതായത് അവർക്ക് വേണ്ടത് അവരെടുത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി വിളമ്പി തരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. CP രാഷ്ട്രീയത്തിൽ അല്ലാതെ തെറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റിയത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് തെറ്റിയത്. ആ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പിന്നെ കണക്കുമായിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായോ? നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവസാനത്തെ 2 ദിവസങ്ങളിൽ PV അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൃത്യമായിട്ട് അവിടെ കൊട്ടിക്കലാശം നടത്തുകയും അവിടെ പ്രചരണത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതിയൊക്കെ ഇരുന്ന് ഒരു ചർച്ച നടത്തുകയും അതിൽ ഏതാണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗും UDF-ഉമായിട്ട് അൻവർ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഒരു 10,000 വോട്ട് കൂടി കൂടുതലായി PV അൻവറിന് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം എന്താ, അദ്ദേഹം 2 തവണയായിട്ട് അവിടെ MLA ആയി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു ലാസ്റ്റത്തെ ദിവസങ്ങളിൽ കോൺഗ്രസ് പോലും നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം PV അൻവർ പിന്മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിനെതിരെ PV അൻവർ പോലും റിയാക്ട് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗും PV അൻവറും കൂടി മുസ്ലിം ലീഗ് വിളിച്ച് PV അൻവറിനോട് പറഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്ന്, ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യണം, സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ജനത്തിന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇങ്ങോട്ട് വിളമ്പി തന്നിട്ട് കഴിച്ചോളൂ എന്ന് പറയുന്നത്, ആ വിളമ്പിത്തരലാണ് ഈ പറയുന്ന പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായത്. ഇന്നലെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയപ്പോഴത്തേക്ക് ഇതെല്ലാം പൊളിഞ്ഞടുങ്ങി. കാരണം യഥാർത്ഥത്തിൽ കഴിഞ്ഞവണ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് ആളുകളാണ് ഇത്തവണ വോട്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് ഗംഭീരമാണ്, UDF-ന് അനുകൂലമായിട്ടുള്ള തരംഗമാണെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? നിങ്ങൾ പറയുന്ന അടിസ്ഥാനം തെറ്റുമ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നമുള്ളത്.